ആ അപകടത്തെക്കുറിച്ച് കൃത്യമായ വിവരണം ഇന്ന് എല്ലാ പത്രങ്ങളിലും നൽകിയിട്ടുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർ അഞ്ജനയും അതേപോലെ സൈഫുനീസ അവിടെ പരിപാടി കാണാൻ പോയതാണ്. 12,000-ഓളം നർത്തകർ പങ്കെടുക്കുന്ന ഒരു മെഗാ ഭരതനാട്യം പരിപാടിയാണ് മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘാടകരെ സംഘടിപ്പിച്ചിരുന്നത്. അവിടെ ദിവ്യ ഉണ്ണി അടക്കമുള്ളവരുടെ നൃത്ത പരിപാടികളും ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയതാണ്. ആ സ്റ്റേഡിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിലാണ് ഈ VVIPകൾക്കെല്ലാം ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയത്താണ് ഉമാ തോമസ് അവിടേക്ക് എത്തുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് പത്രങ്ങളിൽ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. മെഗാ ഭരതനാട്യം തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് 6:30-ഓടെയാണ് അപകടം. കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് ഉമ വീണത്. ഉടൻ തന്നെ ആംബുലൻസിൽ പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നമ്മളുടെ പ്രതിനിധി അഞ്ജനയും സൈഫുനീസയും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് ആരോ വന്ന് വീഴുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിച്ചവർ നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഉമാ തോമസ് MLA ആണ് കണ്ടത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. വലിയ പരിപാടി നടക്കുമ്പോൾ ആംബുലൻസ് അവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആംബുലൻസിലേക്ക് കയറ്റി റിനെ മെഡിസിറ്റിയിലേക്ക് എത്തി. അവിടെ എത്തുമ്പോഴേക്കും ലെങ്സിൽ, അതേപോലെ ബ്രെയിനിൽ, വാരിയലിന് ഒക്കെ ചെറിയ പരിക്കുകളും പൊട്ടലുകളുമുണ്ട്. മുഖത്തെ ചില അസ്ഥികളും അതിൽ വീഴ്ചയുടെ ആഘാതത്തിൽ പൊട്ടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ആ സമയത്ത് അൺകോൺഷ്യസ് ആയിരുന്നു ഉമാ തോമസ് MLA. പക്ഷേ അവിടെ എത്തിയപ്പോൾ നേരിയ പ്രതികരണം ഉണ്ടായി എന്ന് പറഞ്ഞത് ആശ്വാസം നൽകി. എന്തായാലും ഇപ്പോൾ വെന്റിലേറ്ററിൽ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഉമാ തോമസ് MLA ഉള്ളത്. വിശിഷ്ടാതിഥികളുടെ വേദിക്ക് ഉറപ്പുള്ള ബാരിക്കേഡ് ഇല്ലാതിരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ വിഷയത്തിലാണ് ഇതിപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ, ADGP S ശ്രീജിത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരുൾപ്പെടെയുള്ള അതിഥികൾ അപകടം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നു. വേദിയിലെത്തി ഒരു കസേരയിലിരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് മുന്നോട്ട് കൈകാട്ടി നടക്കുകയായിരുന്നു ഉമാ തോമസ്. പക്ഷെ നടക്കുക എന്ന് പറഞ്ഞാൽ കാലങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ്. കാര്യം അത്രയും അകലം മാത്രമേ ആ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നുള്ളൂ, ആ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വരി കസേര ഇടാനുള്ള സ്ഥലത്ത് 2 വരി കസേര ഇട്ടു. മുൻപിൽ വലിയ താഴ്ചയുള്ള സ്ഥലത്ത് റിബൺ മാത്രം വലിച്ചു കെട്ടി. അതും റിബൺ വലിച്ച് കെട്ടിയിരിക്കുന്നത് ഉറപ്പില്ലാത്ത സ്റ്റാൻഡിലുമായിരുന്നു. അപ്പോൾ റിബണിൽ പിടിച്ചു, വളരെ പെട്ടെന്ന് താഴേക്ക് വീണു. അതാണ് സംഭവിച്ചത്. എന്തായാലും വേദിയിലെത്തി ഒരു കസേരയിൽ ഇരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ട് എഴുന്നേറ്റ് കൈകാട്ടി മുന്നോട്ട് നടക്കുകയായിരുന്നു ഉമാ തോമസ്. വേദിയുടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നിലതെറ്റി വീഴുകയായിരുന്നു. വേദിയിലൂടെ താഴെ നിന്നിരുന്നവരാണ് നിലവിളി കേട്ട് ഓടിയെത്തി MLA ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഗ്യാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസിന് ഗുരുതര പരിക്കുന്ന വാർത്ത മനോരമ ഗ്രാഫിക്സോട് കൂടിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭാഗം പ്രേക്ഷകർക്ക് കാണാം. ഇരുന്ന ശേഷം വിശിഷ്ടാതിഥികളെ കണ്ട് അഭിവാദ്യം ചെയ്യാൻ എഴുന്നേൽക്കുന്നു. കാൽ തെറ്റി വീഴാൻ പോകവേ മുന്നിൽ വെച്ചിരുന്ന നീല റിബൺ വലിച്ചു കെട്ടിയ ക്യൂ മാനേജറിൽ പിടിക്കുന്നു. ആ ക്യൂ മാനേജർ അറിയാമല്ലോ, ചെറിയ സ്റ്റാൻഡീസ് പോലെ. അപ്പോൾ ആ ക്യൂ മാനേജർ പിടിച്ചു, നേരെ താഴേക്ക് വീഴുന്നു. അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഈ കോൺക്രീറ്റ് സ്ലാബിലേക്കാണ് മുഖമടിച്ച് വീഴുന്നത്. 15 അടിയോളം താഴ്ചയിലാണ് വീണത്. താഴെ ഗ്രൗണ്ടിലെ സ്ലാബിൽ തലയിടിച്ച് വീണു. നേരെ മുഖം തന്നെ പോയി തറയിലിടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പരിക്ക് ചെവിയുടെയും മുഖത്തിൻ്റെയും ഒക്കെ ഭാഗത്തായിട്ടുണ്ടാകുന്നതും ലെങ്സിലെ റിബ്സിനടക്കം ചെറിയ പൊട്ടലുകൾ ഉള്ളതായിട്ട് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നതും. വേദിക്ക് കൈവരിയില്ല, വലിച്ചു കിട്ടിയ നാട മാത്രം എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ ഗുരുതര സുരക്ഷാ വീഴ്ച എന്നുകൂടി പറയുന്നു. മന്ത്രിയും ഇരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ്, MLAയും ഇരുന്നത്, ADGPയും ഒക്കെ ഇരുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് എന്നാണ് പത്രം പറയുന്നത്. മനോരമ ഒരു ഗ്രാഫിക്സ് സഹിതമാണ് ആ വീഴ്ച ചിത്രീകരിച്ചിരിക്കുന്നത്. മാധ്യമത്തിൽ ആ വാർത്ത ചിത്രീകരിച്ചിരിക്കുന്നത് ആദ്യ പേജിൽ മാധ്യമത്തിൽ ആ വാർത്ത ഉണ്ട്, ആദ്യ പേജിൽ തന്നെയുണ്ട്. ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAയ്ക്ക് ഗുരുതര പരിക്ക്. അപകടം കലൂർ നെഹ്റു സ്റ്റേഡിയത്തിൽ ഭരതനാട്യ പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോൾ എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വല്ലാത്ത ഒരു വേദനിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ ഉമാ തോമസ് MLA കണ്ട് നമ്മളുടെ റിപ്പോർട്ടർമാരടക്കം ആദ്യം പരിഭ്രാന്തരായി. അവരുടെ മുന്നിലേക്കാണ് പോയി ഈ ഉമാ തോമസ് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് മാറ്റി നിർത്തിയാൽ മറ്റ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും ദക്ഷിണ കൊറിയയിലെ മുവാനിൽ വിമാനം തകർന്നത് തന്നെയാണ്. മിക്ക പത്രങ്ങളും അത് ആദ്യ പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. തുടർച്ചയായി 2ാമത്തെ വിമാനാപകടത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരുടെ AP-യിൽ നിന്നുള്ള ചിത്രം, അസോസിയേറ്റ് പ്രസിൽ നിന്നുള്ള ചിത്രം മാതൃഭൂമി പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്നു, അപകടം ലാൻഡിങ്ങിനിടെ എന്നാണ് പത്രം പറയുന്നത്. മലയാള മനോരമയിൽ ആ വാർത്ത വിമാനാപകടത്തിൽ
വീണ്ടും കൂട്ടമരണം. ദക്ഷിണ കൊറിയയിൽ വിമാനം കത്തി 179 മരണം എന്ന തലക്കെട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപകടം ലാൻഡിംഗ് ഗിയർ പ്രവർത്തിക്കാതെ വന്നതിനാൽ. വിമാനത്തിന്റെ അവശിഷ്ട ചിത്രം രണ്ട് പത്രത്തിലും ഏകദേശം ഒരേ ചിത്രം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അസോസിയേറ്റ് പ്രസിന്റെ ചിത്രം. അതുതന്നെ ദേശാഭിമാനി ദക്ഷിണ കൊറിയയിൽ വിമാനാപകടം എന്ന തലക്കെട്ടിൽ കൊടുക്കുന്നു. മാധ്യമത്തിന്റെ തലക്കെട്ട് ആകാശ ദുരന്തം എന്നാണ്. ദക്ഷിണ കൊറിയയിൽ ലാൻഡിംഗിനിടെ വിമാനം മതിലിടിച്ച് കത്തിയമർന്നു. ആകാശ ദുരന്തം, 179 മരണം. രക്ഷപ്പെട്ടത് 2 പേർ മാത്രം. ബാങ്കോക്കിൽ നിന്നും ദക്ഷിണ കൊറിയയിലേക്ക് വരികയായിരുന്ന വിമാനമാണ് കത്തിയത്. മുവാൻ വിമാനത്താവളത്തിന്റെ മതിലിൽ ഇടിച്ച് തകരുകയായിരുന്നു. ആ സമയത്ത് തന്നെ വലിയ സ്ഫോടനത്തോടുകൂടി വിമാനം പൊട്ടിത്തെറിച്ചു. 181 പേരുമായിട്ട് യാത്ര തിരിച്ച വിമാനം ആകാശത്ത് വെച്ച് ഈ ലാൻഡിംഗ് ഗിയറിന്റെ ഭാഗത്ത് പക്ഷി വന്നിടിച്ചതിനെ തുടർന്നാണ് പ്രവർത്തനരഹിതമായതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതിനുശേഷം ലാൻഡിംഗ് ഗിയർ കംപ്ലൈൻ്റായി, ഹൈഡ്രോളിക് സംവിധാനം തകരാറിലായി, വിമാനത്തിന് ക്രാഷ് ലാൻഡിംഗ് ചെയ്യേണ്ടി വന്നു. ബെല്ലി ലാൻഡിംഗ് ചെയ്താണ് വിമാനം ആ റൺവേയിലൂടെ തെന്നി നീങ്ങിയത്. വളരെ വേഗം നീങ്ങിയ വിമാനം പിന്നീട് ആ മതിലിൽ വന്ന് ഇടിക്കുകയായിരുന്നു. നമ്മൾ ഇന്നലെ രാവിലെ ഈ വാർത്താപ്രഭാതം തുടങ്ങുന്നത് ഈ ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇനി മനോരമയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സോളാറിന് മീറ്റർ കുരുക്ക്. പുരപ്പുറ വൈദ്യുതി നെറ്റ് മീറ്റർ നൽകാതെ KSEB. ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽക്കാനാവാത്ത സ്ഥിതി. മീറ്റർ സ്വന്തമായി വാങ്ങിയവരും ആശങ്കയിൽ. സ്മാർട്ട് മീറ്റർ വരുമ്പോൾ മാറ്റിവെക്കണം. ലക്ഷങ്ങൾ മുടക്കി വീടിന് മുകളിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ച ആയിരക്കണക്കിന് കുടുംബങ്ങൾ KSEB നെറ്റ് മീറ്റർ നൽകാത്തത് കാരണം പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാകാതെ പ്രതിസന്ധിയിൽ. 3 മാസമായി തുടരുന്ന മീറ്റർ ക്ഷാമം എന്ന് തീരുമെന്ന ചോദ്യത്തിന് KSEBക്ക് ഉത്തരമില്ല. സ്വന്തമായി മീറ്റർ വാങ്ങി വെച്ചുകൂടെ എന്നാണ് KSEBയുടെ ചോദ്യം. KSEBക്ക് നൽകുന്ന സൗരോർജ്ജം കൂടി അളക്കുന്നതാണ് നെറ്റ് മീറ്റർ. 4000 രൂപയോളം മുടക്കി സ്വന്തമായി മീറ്റർ വാങ്ങിവെച്ച് സൗരോർജ്ജ പ്ലാന്റ് പ്രവർത്തിപ്പിച്ചു തുടങ്ങിയവരുണ്ട്. വൈകാതെ പുതിയ സ്മാർട്ട് മീറ്റർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് KSEB തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇപ്പോൾ വാങ്ങിയ മീറ്റർ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. KSEB ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ അവർക്ക് സ്മാർട്ട് മീറ്റർ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ നെറ്റ് മീറ്റർ വാങ്ങി ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ട് ഉപകരണം കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ പ്രവർത്തിക്കില്ല. അത് കൃത്യമായും മനസ്സിലാക്കുക. ഇനി നമ്മൾ ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ വയനാട് വാർത്ത ദേശാഭിമാനി വിടാതെ പിന്തുടരുന്നുണ്ട്. DCC ട്രഷറുടെയും മകന്റെയും ആത്മഹത്യ, അന്വേഷണം MLAയിലേക്ക് എന്ന തലക്കെട്ടിലാണ് ദേശാഭിമാനി വാർത്ത നൽകിയിരിക്കുന്നത്. 7 അംഗ പ്രത്യേക സംഘം അന്വേഷിക്കും. രേഖകളും കത്തും കേന്ദ്രീകരിച്ച് അന്വേഷണം. വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. ആത്മഹത്യാക്കുറിപ്പ് എവിടെ എന്നൊക്കെ ദേശാഭിമാനി പത്രം ആദ്യ പേജിൽ ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് മലയാള മനോരമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് നമ്മുടെ കൊനേരു ഹംപി റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യനായ വിവരം വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായിരുന്നു. ഇന്നലെ നമ്മളത് ആ സമയത്തു തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഡി ഗുഗേഷിന് പിന്നാലെ ഇന്ത്യയിൽ നിന്നൊരു ലോക ചെസ് ചാമ്പ്യൻ കൂടി. ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വിഭാഗത്തിൽ ഇന്ത്യയുടെ കൊനേരു ഹംപി ജേതാവായി. 15 മിനിറ്റ് സമയക്രമത്തിലുള്ള വേഗ ചെസ് മത്സരമാണ് റാപ്പിഡ്. 37കാരി ഹംപിയുടെ 2ാം ലോക റാപ്പിഡ് ചെസ് കിരീടമാണ് ഇത്. ചൈനയുടെ ഡിംഗ്ലറിനെ തോൽപ്പിച്ച കൗമാരതാരം ഡി ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി. ആഴ്ചയിലൂടെ ഹംപി വളരെ വേഗത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മറ്റൊരു ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വൈകുന്നേരം എത്തിയ ഒരു വാർത്തയായിരുന്നു. ഇടുക്കി മുള്ളരിങ്ങാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ അമർ ഇലാഹി എന്ന ഒരു 23 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയ വാർത്ത. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഖബറടക്കമുണ്ട്. നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ പത്രം ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ആദ്യ പേജുകളിൽ നൽകുന്നുണ്ട്. മാതൃഭൂമി ആ വാർത്ത നൽകുന്നത് പശുവിനെ അഴിക്കാൻ പോയ യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്നു എന്ന തലക്കെട്ടിലാണ്. സംഭവം തൊടുപുഴ വണ്ണപ്പുറത്ത്. ഒരാൾക്ക് സാരമായി പരിക്കേറ്റു. മുള്ളരിങ്ങാട്ട് അമയൽ തൊട്ടിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കുന്നു. വണ്ണപ്പുറം പഞ്ചായത്തിലെ 1ാം വാർഡായ അമയൽ തൊട്ടി പള്ളിക്കവല പാലിയത്ത് അമർ ഇലാഹിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന അയൽവാസി ബ്ലാംകരയിൽ BM മൻസൂർ സാരമായി പരിക്കേറ്റു. ഇടുക്കിയിൽ ഈ വർഷം മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7ആയി. ഒരു മാസത്തിനിടയിൽ 3ാമത്തത്. ഞായറാഴ്ച വൈകിട്ട് 3:30 കഴിഞ്ഞപ്പോഴാണ് സംഭവം. അമറിന്റെ വീടിനോട് ചേർന്നുള്ള വനംവകുപ്പിന്റെ തേക്കിൻകൂപ്പിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാൻ പോയതായിരുന്നു ഇരുവരും. കാട്ടിൽ നിന്നിരുന്ന 2 കാട്ടാനകൾ പെട്ടെന്ന് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇരുവർക്കും ഓടി മാറാൻ കഴിഞ്ഞില്ല എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അമർ ഇബ്രാഹിമിൻ്റെ വാർത്ത വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അമർ ഇലാഹി മരിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്ന 41 വയസ്സുകാരൻ തലമുടി നാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അയാളെ പിന്നീട് സെന്റ് മേരീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ അമർ ഇലാഹിയെ എത്തിച്ചുവെങ്കിലും അമർ ഇലാഹി അപ്പോഴേ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് കീഴടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 8:30 മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം രാത്രി വീട്ടിലെത്തിക്കുകയും ചെയ്തു. വണ്ണപ്പുറം പഞ്ചായത്തിൽ ഇന്ന് മുന്നണികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സന്ദീപ്